ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇപ്പോൾ അമ്മാതിരി ചൂടറിയോ, ഒരു സ്ഥലത്ത് കിടക്കാനും ഇരിക്കാനും ഉറങ്ങാനും പറ്റണില്ല. മുറ്റത്തൊക്കെ രാത്രി തീയിടുമ്പോൾ തീൻ്റെ അടുത്ത് പോയി നിന്നാൽ പൊള്ളുന്ന ചൂടുണ്ടാവില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ. തീൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ചൂട് എടുക്കണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്നാൽ തന്നെ മതി, വേർത്ത് ഒലിക്കും. ഇന്ന് രാവിലെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് വ്ളോഗ് എടുക്കണം വിചാരിച്ചായിരുന്നു, രാവിലെ ഒരു വ്ളോഗ് എടുക്കണം വിചാരിച്ചായിരുന്നു, വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഓരോ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു, ഏത് നമ്മുടെ ചാനൽ ഗ്രോ ആവുന്ന കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ടൗണിൽ പോയപ്പോൾ മൊബൈലിലാണ് ചാർജ് ഉണ്ടായിട്ടില്ല. 9% 8% ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ടൗണിൽ പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്ന് സാധനങ്ങൾ മേടിച്ച് വെച്ചാൽ ഇറച്ചി മേടിച്ച് കറിക്കുള്ള ഇറച്ചി മേടിച്ച്, പിന്നെ പപ്പടം, ഉപ്പ്, അത് മാത്രമേ മേടിച്ചുള്ളൂ. ഇന്നലെ അമ്മയ്ക്ക് ലോട്ടറി അടിച്ചിരുന്നു, ഒരു 500 രൂപ അടിച്ചിരുന്നു. അതുകൊണ്ടാണ് സാധനങ്ങൾ മേടിച്ചത്. കുറച്ചേരം മുറ്റത്ത് ആകാശം നോക്കിയിരിക്കുക. അകത്തിരുന്ന് ഞാൻ പുള്ളി എന്തെങ്കിലുമൊക്കെ ആവും. ചന്ദ്രന് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ചന്ദ്രനുമില്ല, ഒരു നക്ഷത്രവുമില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ യൂട്യൂബിലത്തെ ഗ്രോ ആവണ ഒരു ഗ്രാഫ് ഉണ്ടാവില്ല, ഓരോ വീഡിയോയ്ക്ക് ഒരു ഗ്രാഫ് ഉണ്ടാവുമല്ലോ. ഫസ്റ്റത്തെ 5 സെക്കൻഡ്, പിന്നെ 30 സെക്കൻഡ്, അങ്ങനത്തെ ഇൻട്രോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുന്ന ഒരു ഗ്രാഫില്ലേ, അതിൻ്റെ പക്ക താഴേക്കാണ്. ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇതിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ. അവർ ഡൗൺ ആവുമെന്ന് വേണ്ട കേട്ടോ. യൂട്യൂബ് ഗ്രോ ആണെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടെന്നായി. യൂട്യൂബിനധികം നമ്മളെ വീഡിയോസ് ഫീഡ് ചെയ്താലാണ് വീഡിയോ അധികം യൂട്യൂബിൽ ഫീഡ് ചെയ്ത് കൊടുത്താലാണ് യൂട്യൂബ് അൽഗോറിതം തന്നെ നമ്മളെ അങ്ങോട്ട് മാറ്റിയെടുക്കുള്ളൂ. യൂട്യൂബ് അൽഗോറിതത്തിന് നമ്മൾ മനസ്സിലാവണം, നമ്മൾ ഇങ്ങനത്തെ ഇന്ന ആളാണ് അങ്ങനെ മനസ്സിലാവണം. കുറേ ഓഡിയൻസിന് ഇങ്ങനെ അയച്ചു കൊടുക്കും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവരുടെ ഫീൽഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് വരാൻ തുടങ്ങും. അപ്പോൾ ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ നമ്മൾ ചാനൽ ഗ്രോ ആവുക. ഇതിപ്പോൾ തുടങ്ങിയിട്ട് 11 മാസമായി. ഒരു ചാനൽ ഗ്രോ ആവണമെങ്കിൽ തന്നെ നല്ല വഴിക്ക് ഗ്രോ ആണെങ്കിൽ, നല്ല കണ്ടന്റ് ആണെങ്കിൽ വേഗം ഗ്രോ ആവും. അല്ലാതെ ഇതേപോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ ദിവസം എടുക്കും. മിസ്റ്റർ ബീസ്റ്റൊക്കെ 4 കൊല്ലമൊക്കെ എടുത്തെന്ന് പറഞ്ഞ ഒരു 1000 സബ്സ്ക്രൈബ് ആക്കി എടുക്കാൻ. അത് ലോങ് ഫോം വീഡിയോ ലോങ് ഫോം ഫുൾ വീഡിയോ അങ്ങനത്തെ 5 മിനിറ്റിന് മേലേക്ക് 6 മിനിറ്റിന് മേലേക്കൊക്കെ ഉള്ള വീഡിയോ അങ്ങനെയാണ് പറയുന്നത്. ക്ലിയർ ആയിട്ട് അറിയില്ല. എൻ്റെ ഇപ്പോൾ 11 മാസമായപ്പോഴത്തേക്ക് എനിക്ക് 1K കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടാണ് 1K ആയത്. ലോങ് വീഡിയോ ഇട്ടാൽ അധികം എൻ്റെ കയ്യിൽ അപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷോർട്സ് ഇട്ടു. ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, ബബിൾക്കം 24 മണിക്കൂർ വായിൽ വെക്കണ ഒരു ചലഞ്ച്. അങ്ങനെ വെക്കാൻ എന്തായാലും പാടില്ല കേട്ടോ. നിങ്ങളെന്തായാലും ബബിൾക്കം 24 മണിക്കൂർ വായിൽ വെച്ചാൽ ഞാൻ ചെയ്ത പോലെ പൊട്ടത്തരൊന്നും ചെയ്ത് വെക്കണ്ട. ആകെ ഡേഞ്ചറാണ്, അല്ലെങ്കിൽ ക്യാൻസർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലാണ് എത്ര വ്യൂസ് ആകെ ഈ ഷോർട്സിൽ ക്ലിക്കായത് ആ വീഡിയോ മാത്രം കേട്ടോ, ചലഞ്ച് ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ ഡേഞ്ചറായ ചലഞ്ചൊന്നും ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ഡേഞ്ചർ. ബബിൾക്ക് 24 മണിക്കൂർ എൻ്റെ വായിൽ തന്നെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും പല്ല് കഴിക്കുമ്പോഴും ഫുൾ ടൈം ഉറങ്ങുമ്പോൾ വരെ ഡേഞ്ചറായിരുന്നു അത്. അതേപോലെ ആരും അനുകരിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. തെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. എനിക്ക് അമ്മേൻ്റെ അടുത്ത് ഈ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ഓരോരുത്തർ മുറ്റത്ത് ഒരു എന്താ പറയുക, ഒരു കട്ടലൊക്കെ ഇടൂലേ, മുറ്റത്ത് കട്ടലിടുക വെച്ചാൽ ഒരു നമ്മൾ തുന്നിയെടുത്തൊരു കട്ടൽ പോലെ മുറ്റത്ത് ഇട്ടിട്ട് അവർ രാത്രി മുതൽ രാവിലെ വരെ മുറ്റത്ത് ഇങ്ങനെ കടന്നുറങ്ങണേ. ആ ടൈപ്പ് ഇവിടെ ആക്കുകയാണെങ്കിൽ നൈസാവൂലേ. ഈ ചൂടത്തൊക്കെ പുറത്ത് ഇങ്ങനെ കട്ടലിട്ട് ഇങ്ങനെ കടന്നുറങ്ങാൻ എന്ത് സുഖമായിരിക്കും അറിയാം. ഇപ്പോൾ ഈ ടൈമിൽ പുറത്തിരുന്നിട്ട് വരെ അധികം തണുക്കണില്ല. ചെറിയ ചൂടുണ്ട്, എന്നാലും അധികം തണുക്കണില്ല എന്നുള്ളൂ. ചെറിയ തണുപ്പുണ്ട്. എല്ലാം മീഡിയമായി കിടക്കുക, ഹൈയും അല്ല ലോവും അല്ല, അതിൻ്റെ നടുവിലായി കിടക്കുക. അങ്ങനത്തെ കട്ടൽ എനിക്ക് മേടിക്കണമെന്നുണ്ട്. എൻ്റെ ഡ്രീം എന്താ വെച്ചാൽ വാർപ്പിന് ഒരു ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കിടക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഞാൻ അങ്ങനെ ചെയ്യാനൊക്കെ നോക്കി. വാർപ്പിന് മേലെ വിറകൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോയിട്ടിട്ടാണ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ അത് നടന്നിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പറ്റൂല, ഒരു കാറ്റടിച്ച് അത് പറന്നു പോയത്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കട്ടെ, ടെൻ്റൊക്കെ മേടിച്ചിട്ട് വാർപ്പിന് മേലെ വെച്ചിട്ട് വാർപ്പിന് മേലെ ഒരു ദിവസം കിടക്കണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും അത് നടത്തും ഞാൻ. എന്തായാലും വാർപ്പിന് മേലെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോഴാണ് ബോറടിക്കുന്നത്. പക്ക ബോറടിക്കും, വർത്തമാനം പറയാനും ആരും ഉണ്ടാവില്ല. അങ്ങനെ പക്ക ബോറടിക്കുന്ന ടൈം ഇതൊക്കെ. ഇപ്പോൾ വെക്കേഷനായിട്ട് ഇവിടെ ആരുമില്ല. വീട്ടിൽ സാധാരണ ഉള്ള ആൾക്കാർ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് ആരുമില്ല. എന്താ ചെയ്യാൻ, ഗെയിമും കളിക്കാൻ തോന്നില്ല. ഗെയിം കളിച്ചാൽ ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഗെയിം കളിക്കേണ്ട ഫ്രീ ടൈമിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. ഗ്രോ ആവണതിൻ്റെ സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യും ഞാൻ. എന്നിട്ട് അങ്ങനെ
ഓരോന്നും ഇങ്ങനെ പഠിക്കുക. അല്ല വെറുതെ ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ വെറുതെ ഫ്രീ ടൈം കിട്ടിയാലും നാശമാക്കി കളയൊന്നുമില്ല, ടൈം നാശമാക്കി കളയൊന്നുമില്ല, ഒരു സെക്കൻഡ് പോലും നാശമാക്കാനില്ല, ഒരു സെക്കൻഡ് പോലും വിലപ്പെട്ടതാണ് ഗൈസ്. ഓക്കെ, യോ തിരിക്കട്ടെ, ക്യാമറ ഇരിക്കട്ടെ. എന്താ അറിയില്ല, ഇവർക്ക് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ഒരു ഭയങ്കര മടി. ഞാൻ ക്യാമറ അടിച്ചാൽ പറയും അത് കട്ടാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് ഇവരിങ്ങനെ ഇപ്പോൾ അങ്ങനെ ആയിരിക്കൂലേ. എനിക്ക് മുറ്റത്ത് ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കണോ, ആകാശത്ത് നോക്കിയിരിക്കണോ, അതോ വെറുതെ ഞാൻ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കണോ? നിങ്ങളെ ആ ഭാഗത്ത് ഇമാതിരി ചൂടാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതേപോലെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, തീൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ചൂട് അകത്തുനിന്ന്, അതേപോലത്തെ ചൂടാണ് നിങ്ങളെ ഭാഗത്ത്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ആ ഭാഗത്ത് ഭയങ്കര ചൂടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, മഴയൊന്നുമില്ല, അപ്പോൾ അതായിരിക്കും മാതിരി ചൂടെടുക്കാൻ കാരണം. ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ ഭയങ്കര രസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ. പക്ഷേ ഓവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരിയാവില്ല വെച്ചാൽ എന്താ പറയുക, സ്റ്റോറേജും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഓവർ വർത്തമാനം പറഞ്ഞിരിക്കാത്തത്. ക്യാമറ ഓഫ് ആക്കിയിട്ട് വർത്തമാനം പറയണം എനിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് നിന്നാൽ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ റിയൽ രൂപം അങ്ങോട്ട് വരും. സാധാരണ ആൾക്കാരൊക്കെ നമ്മൾ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വേറെ ആൾ, പിന്നെ റിയൽ ലൈഫിൽ വേറെ ആൾ, അങ്ങനെ ആയിരിക്കും. അയ്യോ, ചിലവരൊക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്, ഭയന്ന് ഏമ്പൊക്കെ വന്നതാണ്. അധികം ഒച്ചയൊന്നും കേട്ടില്ല എന്ന് പറയാം. ഏമ്പൊക്കെ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങനെ ആക്കൂലേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വല്ലൊരു പണ്ടുള്ളവരൊക്കെ അതിൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കൂലേ, ഒരു സൗണ്ട് ഉണ്ടാവില്ലേ. ഇവിടെ ഏമ്പക്കെന്ന് പറയാം, ഏമ്പക്കം അങ്ങനെയാണ് പറയുക. ഇത് മറ്റേ ഇലയല്ലേ ഇത്, എന്താ മറ്റേ വായിലിട്ട് ഭയങ്കര കഴിക്കണ ഒരു ഇല, ഭയങ്കര കയ്പുണ്ടാവും ഈ ഇലേൻ്റെ പേരെന്തായിരുന്നു? എന്തോ ഒരു പേര് ഞാൻ മറന്നു. ഞാൻ കാണിച്ചത്, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ മറന്നു പോയതാ. ഇതുണ്ടോ, ഈ ഇലേൻ്റെ പേരെന്തായിരുന്നു എന്നൊരു പിടി കിട്ടില്ല. എന്ത് ഇലയായിരിക്കും ഇത്? നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം ഇത് എന്തെല്ലാം. വായിൽ ഒറ്റ ഇല ഇങ്ങനെ ചവച്ച് നോക്കി, ഇങ്ങനെ പൊട്ടിച്ച് വായി കിട്ടുക തന്നെ മതി. അമ്മാതിരി കയ്പ്പ് പറഞ്ഞാൽ അമ്മാതിരി കയ്പ്പായിരിക്കും. അയ്യോ, പാമ്പുണ്ടാവും ഇതിൽ കൂടെ. പാമ്പ് വന്ന് പാമ്പ് കാലിൽ കുത്തി കൊത്താതെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ പറയുക? ഇപ്പോൾ ഒന്നും പറയാൻ കിട്ടില്ല എന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ ഒന്നും പറയാൻ കിട്ടണില്ല. രാവിലെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അത് പാളിപ്പോയിട്ടുണ്ട്. രാവിലെ പാളിപ്പോയത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം തന്നെ, ചാനൽ ഗ്രോ ആവുന്ന ഓരോ കാര്യങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ചാർജ് ഉണ്ടായില്ലായിരുന്നു. കറണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവാണ്. കറണ്ടിൽ ഉച്ചയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി, പെട്ടെന്ന് വൈഫൈ ഓഫായി. പിന്നെയും കറണ്ട് വന്ന്, പിന്നെ അത് കണക്റ്റ് ആയി, പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെയും ഓഫാവും. അങ്ങനെ 4, 5, 6, 7 വട്ടം അങ്ങനെ തന്നെ ആയിട്ട്. ചാർജ് ഉണ്ടായില്ല ടൗണിൽ പോയപ്പോൾ. ചാർജില്ലാതെ ഞാൻ ടൗണിൽ പോയത്. എന്നിട്ട് ചിക്കനും എല്ലാം മേടിച്ച് വീട്ടിലേക്ക് നൈസായിട്ട് വന്ന് നല്ല കറിയായിരുന്നു. സീരിയസ് കേട്ടോ, സീരിയസ്, തമാശല്ല, സീരിയസ്. ഞാൻ എന്നെ തന്നെ നന്നാക്കി എടുക്കാൻ നോക്കട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്നെ തന്നെ നന്നാക്കി എടുക്കാൻ നോക്കട്ടെ. ഡിസിപ്ലിൻഡ് ആയതുകൊണ്ട് നല്ലോണം ഡിസിപ്ലിൻഡ് ആയതുകൊണ്ട് ഫ്രീ ടൈപ്പ് ഞാൻ വെറുതെ ചിലവാക്കി കളയണമെന്നില്ല. എന്തായാലും ഞാൻ നന്നാവട്ടെ. ഞാൻ എന്നെ നന്നാക്കി എടുക്കട്ടെ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക, അതാണെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. അതാണ് സംഭവം കേട്ടോ, അതാണ് സംഭവം. കസേര അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് നല്ല കടന്നുറങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. വൈഡാളില്ലാത്തതുകൊണ്ട് ക്യാമറ ഞാൻ നീട്ടി പിടിച്ചിറങ്ങുന്നു ട്രൈപോഡിൽ വെച്ചിട്ട്. എന്താണ് മാളു? അമ്മ ഇപ്പം അതിൻ്റെ ചോട്ടിൽ കടന്നുറങ്ങുക. ഇല്ലമ്മ, ക്യാമറയിൽ കാറ്റൊന്നും കാണിക്കില്ല. ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മണിക്കൂർ കഴിയും. അത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനും കുറച്ച് സമയം എടുക്കും. അള്ളോ,
നല്ല സമയം എടുക്കും. ഇപ്പൊ തന്നെ ചൂടെടുക്കണ്ടേ, അകത്തേക്ക് വെറുതെ കയറി ഇരുന്നിട്ടുള്ളൂ, ബെഡിൽ കയറി ഇരുന്നിട്ടുള്ളൂ. അപ്പത്തേക്കും പുകയാൻ തുടങ്ങി കേസ്, പുകയാൻ തുടങ്ങി. മാളു, ഇനി ആരും മൊബൈലോടെ കുത്താല്ലല്ലോ? ഞാൻ കുത്തട്ടെ, എന്റെ ചാർജ് കുറവാ. 11. ഇതിപ്പോ കിണിന്റെ മൊബൈൽ, അവളെ ഉറങ്ങല്ലേ? നാളെ കുത്തിയ പോരാ അവളത്. രാവിലെ ഞാൻ നേരത്തെ എണീക്കും. അല്ല, എനിക്ക് കുത്തിയിട്ടല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള. അല്ലോ ചൂട് പറഞ്ഞ അമ്മാതിരി ചൂട്, ചൂട് പറഞ്ഞ അമ്മാതിരി ചൂട്. ഇപ്പൊ തന്നെ അകത്തേക്ക് കയറി ചെയ്തിട്ടുള്ളൂ, വേർപ്പ് വരാൻ തുടങ്ങി. ഓ തമ്മിലായല്ലോ. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ വ്ളോഗ് ക്ലോസ് ചെയ്തിട്ട് മെല്ലെ എഡിറ്റ് ചെയ്യാൻ കയറട്ടെ കേട്ടോ. ഇപ്പം അധികം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നാളെ ഞാൻ ഉഷാറാക്കി എടുക്കും, നാളെ ഞാൻ ഉഷാറാക്കി എടുക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വെയർക്കണ് അത് വെറുതെ കയറി ചെയ്തിട്ടുള്ളൂ, അപ്പോൾ തന്നെ തുടങ്ങി ചൂട്.